എന്തിനാ മക്കളെ ഞാൻ അവിടെ നിൽക്കുന്ന അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു സെറ്റാണ്, വൈബാണ്, നിക്കി സെറ്റാണ്, ഇനി പേടിയാവണ്ടെന്നുള്ള കമന്റ് വേണ്ട, പേടിക്കണ്ട, നമ്മൾ പറയുന്നേ വരും. ഓക്കെ, പേപ്പർ ലീക്ക് ആക്കി താ, എന്നാ പിന്നെ എന്നെ മറ്റേ സെൻട്രൽ ജയിലിൽ കാണാം. പക്ഷെ ഞാൻ ഭയങ്കര ഫേമസ് ആവട്ടോ. പേപ്പർ ചോർത്തി VK സാർ വിഘ്നേഷ് പേപ്പർ ചോർത്തി. മലപ്പുറം സ്വദേശി സൈലത്തിലെ അധ്യാപകൻ എന്ത് ചെയ്തു? പേപ്പർ ചോർത്തി. വിഘ്നേഷ് നാൾ പേപ്പർ ചോർത്തി. അതായിരിക്കും നാളത്തെ ബ്രേക്കിംഗ്, ഉച്ച കഴിഞ്ഞുള്ള വൈകുന്നേരത്തെ ബ്രേക്കിംഗ് ഹെഡ്ലൈൻ. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോ, അപ്പം കൃത്യമായിട്ട് പഠിച്ചോ, വെറുതെ ചോർത്താൻ എന്താ നിൽക്കണ്ട, വൈബാക്കി ലൈക്ക്. അയ്യോ സെറ്റല്ലേ? കോയൊക്കെ ഇട്ട് വെറുതെ കമന്റ് ബോക്സ് നിറക്കല്ലേ, ആൻസർ കമന്റ് ചെയ്യും. കുറെ പേര് ഡി എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഇവന് മാത്രം എന്താ കോയിട്ട് ഇങ്ങനെ കോയി. നാളെ പരീക്ഷ പഠിച്ചോ. വിക്കിമോൻ, എൻ്റെ മോനെ, ഇവൻ ഏതാ 2025 നിൽക്കുന്ന കേട്ടോ, ശ്രദ്ധിക്ക്. അതൊക്കെ പണ്ട് വിട്ടകളയാ. അപ്പൊ ശ്രദ്ധിച്ചോ. അത് ചോദിച്ചോ, പാർത്ഥിവ് പട്ടേൽ പണ്ടൊരു ക്രിക്കറ്റാറുണ്ടായിരുന്നു, വിക്കറ്റ് കീപ്പർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. പേര് കിട്ടുന്നില്ല, ഭയങ്കര സ്പീഡ് കമന്റിന്. അയ്യോ കണ്ണിങ്ങനെ പോകുന്നു. ഓക്കെ, ഓർഗനൈസേഷൻ പറഞ്ഞാൽ ഒറ്റ തെറ്റിക്ക് 1 മാർക്ക് അവിടെ പോവുകയും ചെയ്യും. ചാടിക്കറി കിട്ടി ഇൻഫോർമൽ. ചാടിക്കറി എന്താക്കും? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എഴുതിക്കും. തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യം. യെസ്, ഞാൻ എന്താണ് എത്ര ഹാപ്പി ആയിട്ടുള്ളത് മക്കളെ. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചിരിക്കുന്നു ഗൈസ്. യെസ്, 2013 ശേഷം ധോണിയാണ് നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് രോഹിത് ശർമ്മയുടെ കയ്യിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചിരിക്കുന്നു. ആ സന്തോഷം കൂടി നമ്മൾ അറിയിക്കുകയാണ്. ഞാനിപ്പോ കളി കണ്ട് അതുകൊണ്ട് ഈ തുള്ളി ചാടി വന്നത് സെറ്റ്. ലാസ്റ്റ് ബോൾ ജഡേജ കളി സന്തോഷം. +2 പാസ്സായപ്പോ പോലെ ഇത്ര സന്തോഷം ഉണ്ടായിരുന്നു. ഇന്ത്യ വരെ ജയിച്ചു. അപ്പൊ നാളെ നിങ്ങൾ ജയിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. സാർ എന്ത് സുന്ദരനാണ്. അയ്യോ താങ്ക് യു സുന്ദരിയേ വാ. ഞാനിവിടെ വാ തോരാതെ ക്ലാസ് എടുക്കുമ്പോൾ പറയാൻ പറ്റിയ സാധനം. സാർ എന്ത് സുന്ദരനാണ്, സാർ ലുക്കാണ് എന്ന് പറയുന്നത് ഒരാളുടെ അപ്പിയറൻസിലല്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്ന ഒരാളല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ അപ്പിയറൻസിലല്ല, അയാളുടെ കൽബിലാണ് പറഞ്ഞു. ഇനിടെ എന്നിങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും പറ്റുന്ന ഒരു 4 എണ്ണം അങ്ങോട്ട് പഠിച്ച് വെച്ചാട്ടെ. ഓക്കെ സാർ, ഒരു പാട്ടൊക്കെ പാടിക്കോ. എടാ പാട്ടോ, ദൈവമേ, ഇനി പാട്ടും കൂടി പാടിയിട്ട് ഞാൻ എയറിലാവണം. ഇപ്പം തന്നെ ഞാൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത ഭയങ്കര ചളിനേക്കാളും താങ്ങാൻ സാധനം ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പാട്ടൊക്കെ പാടി കഴിഞ്ഞാൽ നോക്കട്ടോ. ഞാൻ പിന്നെ ക്രിഞ്ചടിക്കത്ത ഒരാൾ കുറച്ചൊക്കെ അല്ലേ, എപ്പോഴും നമ്മൾ വേറെ ലെവലിൽ ചിന്തിക്കും, കുറച്ചൊക്കെ ക്രിഞ്ചാവാണ് അല്ലേ. അപ്പൊ നമുക്ക് കുറെ ലൈക്ക് അവിടെ കിടന്നോട്ടെ, രസമല്ലേ? കുറെ ലൈക്ക് കാണുമ്പോൾ ഒരു രസമാണ് അല്ലേ, എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന രസമാണ് അല്ലേ. അപ്പൊ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടോ. മിക്സ് ആയപ്പോൾ അല്ലേ, മിക്സ് ആക്കണ്ട ഒന്നായിട്ട് അരച്ച് മിക്സ് ആക്കല്ലേ. ഇതൊക്കെ വേറെ ആയിട്ട് പഠിക്കും. ടേസ്റ്റ് ഉപ്പിലിട്ട മാങ്ങ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ അല്ലേ. അപ്പൊ കറികളായാലും ഉപ്പുണ്ടോ എന്നൊക്കെ, അപ്പൊ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് ചെയ്യുന്നത്. സാറിന്റെ നെയിം എന്താ? എൻ്റെ നെയിം വിഘ്നേഷ് എന്നാണ്. സ്നേഹമുള്ള വീക്കെന്ന് വിളിക്കുന്നത്. ഇനി ഞാനത് പറഞ്ഞാൽ ഈ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ സുഖമാണേ. വേറെ ആരോടാ ചോദിച്ചല്ലേ.